നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കൂ. നിങ്ങൾ പകുതി ദൂരം എത്തിക്കഴിഞ്ഞു. എല്ലാ കാര്യത്തിലും ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുന്ന അനേകം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇവരൊക്കെ ഏത് കാര്യത്തിലേക്ക് ഇറങ്ങിയാലും ആ കാര്യം, അവർ ഉദ്ദേശിച്ച കാര്യം സാധിച്ചിട്ട് തന്നെ പോരുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് കുറച്ച് അവിശ്വാസികൾ. ഒരു കാര്യത്തിലും പ്രതീക്ഷയുമില്ല, അവർ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒട്ടും വിശ്വാസവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിലേക്ക് ഇറങ്ങിയാലും അത് പൂർണ്ണമാക്കാനോ അതിൽ വിജയിപ്പിക്കാനോ അവർക്ക് കഴിയത്തില്ല. അചഞ്ചലമായ വിശ്വാസം, അതൊന്നുകൊണ്ട് മാത്രമാണ് ജീവിതത്തിൽ നമ്മൾ വിജയിച്ച് കയറാൻ പറ്റുന്നത്. അങ്ങനെ വിജയിച്ച് കയറിയവരെ നമുക്ക് നോക്കിക്കോളൂ. അവരുടെ ഉത്തമ വിശ്വാസമായിരുന്നു അവർക്ക് എല്ലാ കാര്യത്തിലും പ്രചോദനമായിട്ടിരുന്നത്. അവരുടെ വാക്കുകൾക്കൊക്കെ എന്തൊരു ശക്തിയായിരുന്നു, എന്തൊരു പ്രതീക്ഷയായിരുന്നു. അവരുടെ മുന്നിൽ തടസ്സങ്ങളില്ലാതാവുകയാണ്. ഇത്തരം ആളുകളോടൊന്ന് സംസാരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇവരുടെ സാമീപ്യം അത് നമ്മൾ ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പ്രതിസന്ധികൾ ഏതുമായിക്കൊള്ളട്ടെ, ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അതിനെല്ലാം തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധാരണയായി ഉണ്ടായേക്കാവുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഓർത്ത് വേവലാതിപ്പെടുന്നവരാണ് ഭൂരിഭാഗം മനുഷ്യരും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹാരവുമുണ്ട് എന്ന് വിശ്വസിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ച് അതെന്തു തന്നെ ആയിക്കോട്ടെ, അതെനിക്ക് കഴിയും, ഞാനത് നേടും എന്ന് മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചാൽ നമ്മൾ അതിൻ്റെ പകുതി കടന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ പകുതി നേടിക്കഴിയും. ബാക്കി പകുതിയിലേക്കുള്ള ദൂരം കുറഞ്ഞു കിട്ടും, അല്ലെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസം എപ്പോഴും വെച്ച് പുലർത്തുക. എനിക്കിതിന് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഞാനിത് നേടിയെടുക്കുമെന്ന് ആത്മവിശ്വാസത്തെ മനസ്സിൽ വീണ്ടും വീണ്ടും പറയുക. ശുഭദിനം.